നെടുമ്പാശ്ശേരിയിൽ വാഹനമിടിച്ച് യുവാവിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളായ CISF ഉദ്യോഗസ്ഥരുടെ പശ്ചാത്തലം വിശദമായി പരിശോധിക്കാൻ പോലീസ് CISF കമാൻഡന്റിനോട് വിശദാംശങ്ങൾ ആവശ്യപ്പെട്ട് കത്ത് നൽകും. ഇവർ മുൻപ് ഏതെങ്കിലും പ്രശ്നങ്ങളിൽ ഉൾപ്പെട്ടിരുന്നോ എന്നടക്കം അന്വേഷിക്കുമെന്നാണ് പോലീസ് പറയുന്നത്. രാഗിൻ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. രാഗിൻ, വളരെ ദാരുണമായ ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം നടന്നത്. അതേ തുടർന്നുള്ള അന്വേഷണമാണ്. ആ അന്വേഷണത്തിൽ എന്തെല്ലാം വിശദീകരണങ്ങളാണ് ഇപ്പോൾ പോലീസ് നൽകുന്നത്? നെടുമ്പാശ്ശേരിയിൽ ഐവിനെ വാഹനമിടിച്ച് ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിൽ വിശദമായ ഒരു അന്വേഷണത്തിന് തയ്യാറെടുക്കുകയാണ് ഇപ്പോൾ സംസ്ഥാന പോലീസ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന വിനയ് കുമാർ ദാസ്, അതോടൊപ്പം തന്നെ കോൺസ്റ്റബിൾ മോഹൻകുമാർ, ഈ രണ്ടു പേരുടെയും പശ്ചാത്തലമടക്കം വിശദമായി അന്വേഷിക്കാനാണ് നിർദ്ദേശം. അതിന്റെ ഭാഗമായി പോലീസ് CISF കമാൻഡിന് കത്ത് നൽകും. സേനയിലോ അല്ലെങ്കിൽ മറ്റു തരത്തിലടക്കം അവിടെ ജോലി ചെയ്ത ഘട്ടത്തിൽ ഇവർ എങ്ങനെയായിരുന്നു പെരുമാറ്റം, ഇവർ ഇത്തരത്തിൽ ഏതെങ്കിലും പ്രശ്നങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ തുടങ്ങിയ അടക്കമുള്ള വിശദാംശങ്ങൾ ശേഖരിക്കും. ഇനി കസ്റ്റഡി അപേക്ഷ നൽകുമ്പോഴും അല്ലെങ്കിൽ ഈ കേസിന്റെ പൂർണ്ണതയിലേക്കൊക്കെ പോകുമ്പോഴും ഈ വിവരങ്ങൾ കൂടി പോലീസ് ഇതിനൊപ്പം ആഡ് ചെയ്യാനാണ് തീരുമാനം. എന്തായാലും അത്തരം വിപുലമായ അന്വേഷണം ഉണ്ടാകും. ഇതോടൊപ്പം തന്നെ ഈ മോഹൻകുമാർ ആ സീനിൽ നിന്ന്, ആ സംഭവത്തെ, ആ കൃത്യത്തിന് ശേഷം അവിടെ നിന്ന് പിൻവാങ്ങിയിരുന്നു. ഇത് ഏതെങ്കിലും CISF ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരമാണോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. കാരണം അത്തരം ഏതെങ്കിലും തരത്തിലുള്ള സഹായം, ഹാർബറിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആരെങ്കിലും നൽകിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ നോക്കുന്നു. അതിന് ഇവരുടെ ഫോണുകൾ പരിശോധിക്കുകയാണ്. അത്തരം കാര്യങ്ങളും ഇപ്പോൾ പരിശോധനയിലുണ്ട്. ഇതോടൊപ്പം CISFന്റെ നേരത്തെ ഇവരെ സസ്പെൻഡ് ചെയ്തിരുന്നു. അവർ ഒരു ഉന്നത ഉദ്യോഗസ്ഥനെ വെച്ച് ആഭ്യന്തര അന്വേഷണം നടത്തുകയാണ്. ആ അന്വേഷണത്തിന്റെ ഔട്ട്കം, റിസൾട്ട് വരുന്ന മുറയ്ക്ക് ഇവരെ സർവീസിൽ നിന്ന് തന്നെ പിരിച്ചുവിടുന്ന നടപടിയിലേക്ക് പോകുമെന്ന സൂചനകൾ കൂടി ഈ ഘട്ടത്തിൽ ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. രാഗിനാണ് വിവരങ്ങൾ നൽകിയത്.